നമസ്കാരം. പണം ഉപയോഗിക്കുന്ന രീതി ലോകമെമ്പാടും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ആളുകൾ പണം സൂക്ഷിച്ചത് പേഴ്സുകളിലും അലമാരകളിലുമായിരുന്നു. പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡുകളും വന്നു. അതിനു പിന്നാലെ ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, UPI തുടങ്ങിയ സംവിധാനങ്ങൾ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി. ഇന്ന് ചെറിയ ചായക്കട മുതൽ വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ QR കോഡ് ഉപയോഗിച്ചുള്ള പണമിടപാടുകൾ സാധാരണ കാഴ്ചയാണ്. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് മറ്റൊരു പുതിയ സംവിധാനം ചർച്ചയാകുന്നത്. അതാണ് ഡിജിറ്റൽ രൂപ അഥവാ ഇ-റുപ്പി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വളരെ ലളിതമായി പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഇന്ത്യൻ രൂപയുടെ ഡിജിറ്റൽ രൂപമാണിത്. നിലവിലുള്ള പേപ്പർ നോട്ടുകൾ പോലെ തന്നെ ഇതിന് മൂല്യമുണ്ട്. എന്നാൽ ഇത് കയ്യിൽ പിടിക്കാവുന്ന ഒരു നോട്ടല്ല. പകരം മൊബൈൽ ഫോണിലെ പ്രത്യേക ഡിജിറ്റൽ വാലറ്റിലാണ് ഇത് സൂക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ പേഴ്സിൽ 100 രൂപയുടെ നോട്ട് സൂക്ഷിക്കുന്നത് പോലെ മൊബൈൽ വാലറ്റിൽ 100 രൂപയുടെ ഡിജിറ്റൽ മൂല്യം സൂക്ഷിക്കാം. ഈ സംവിധാനം കേൾക്കുമ്പോൾ പലർക്കും ആദ്യം തോന്നുന്ന സംശയം പേപ്പർ നോട്ടുകൾ ഉടൻ ഇല്ലാതാകുമോ എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ അതിന് ഉത്തരം ഇല്ല എന്നതാണ്. പേപ്പർ കറൻസി, നാണയങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഡെബിറ്റ് കാർഡുകൾ, UPI തുടങ്ങിയ സംവിധാനങ്ങൾ തുടരും. ഡിജിറ്റൽ രൂപ ഇവയ്ക്കൊപ്പം ഉപയോഗിക്കാവുന്ന മറ്റൊരു ഔദ്യോഗിക പണമിടപാട് മാർഗമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ പെട്ടെന്നുള്ള നോട്ട് നിരോധനമോ ക്യാഷ് ഇല്ലാതാക്കാനുള്ള നടപടിയോ ആയി കാണേണ്ടതില്ല. പകരം പണത്തിന്റെ ഡിജിറ്റൽ ഉപയോഗത്തിന് കൂടുതൽ ഔദ്യോഗികവും സുരക്ഷിതവുമായ ഒരു മാർഗമൊരുക്കാനുള്ള പരീക്ഷണമായാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഡിജിറ്റൽ രൂപയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം വ്യക്തമാക്കേണ്ട പ്രധാന കാര്യം ഇത് ബിറ്റ്കോയിൻ, എതീരിയം തുടങ്ങിയ ക്രിപ്റ്റോ കറൻസികളുമായി ഒരുപോലെയല്ല എന്നതാണ്. ക്രിപ്റ്റോ കറൻസികളുടെ വില വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ ഉയരുകയും ഇടിയുകയും ചെയ്യാം. ഇന്ന് ഒരു ക്രിപ്റ്റോ നാണയത്തിന് വലിയ വിലയുണ്ടെങ്കിൽ നാളെ അതിന്റെ മൂല്യം കുത്തനെ കുറയാം. അതിനാൽ അവയിൽ നിക്ഷേപിക്കുമ്പോൾ ലാഭവും നഷ്ടവും ഒരുപോലെ സംഭവിക്കാം. എന്നാൽ ഡിജിറ്റൽ രൂപ ഒരു നിക്ഷേപ ആസ്തിയല്ല. അത് ഇന്ത്യൻ രൂപയുടെ ഡിജിറ്റൽ പതിപ്പാണ്. ഒരു ഡിജിറ്റൽ രൂപയുടെ മൂല്യം എപ്പോഴും ഒരു സാധാരണ രൂപയ്ക്ക് തുല്യമായിരിക്കും. അതായത് 100 ഡിജിറ്റൽ രൂപ കൈവശമുണ്ടെങ്കിൽ അതിന്റെ മൂല്യം 100 രൂപ തന്നെയാണ്. വിപണി ചാഞ്ചാട്ടം കാരണം അത് 200 രൂപയാകുകയോ 50 രൂപയായി താഴുകയോ ചെയ്യില്ല. കൂടാതെ ഡിജിറ്റൽ രൂപയുടെ അടിസ്ഥാന ഉത്തരവാദിത്തം റിസർവ് ബാങ്കിനാണ്. സാധാരണ പേപ്പർ കറൻസിയിൽ റിസർവ് ബാങ്കിന്റെ ഉറപ്പുണ്ടാകുന്നത് പോലെ ഡിജിറ്റൽ രൂപയ്ക്കും അതേ ഔദ്യോഗിക പിന്തുണയുണ്ട്. ഇതിനെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ CBDC എന്നാണ് വിളിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കേന്ദ്ര ബാങ്കുകൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ കറൻസി സംവിധാനങ്ങൾ പഠിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഇത് ഘട്ടം ഘട്ടമായി പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. അതിനാൽ ഇത് ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ പോയിന്റ് സംവിധാനമോ ഓഫർ കൂപ്പണോ റിവാർഡ് ബാലൻസോ അല്ല. സർക്കാർ അംഗീകരിച്ച രൂപയുടെ ഡിജിറ്റൽ അവതാരമാണ്. എന്നാൽ ഔദ്യോഗിക പിന്തുണയുള്ളതിനാൽ യാതൊരു അപകട സാധ്യതയും ഇല്ലെന്ന് കരുതുന്നതും ശരിയല്ല. ഫോൺ സുരക്ഷ, വ്യാജ ആപ്പുകൾ, ഫിഷിംഗ് സന്ദേശങ്ങൾ, പിൻ പങ്കിടൽ തുടങ്ങിയ സാധാരണ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്നും ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഡിജിറ്റൽ രൂപ പ്രവർത്തിക്കുന്ന രീതി മനസ്സിലാക്കാൻ ആദ്യം UPI എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. UPI ഉപയോഗിച്ച് നിങ്ങൾ ഒരു കടയിൽ പണം നൽകുമ്പോൾ സാധാരണയായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക മാറുന്നത്. ഈ ഇടപാടിന് 2 ബാങ്കുകളുടെ സംവിധാനങ്ങളും പണമിടപാട് ശൃംഖലയും പരസ്പരം ബന്ധപ്പെടണം. ചിലപ്പോൾ ബാങ്കിന്റെ സെർവർ തിരക്കിലാകുമ്പോൾ പണമിടപാട് വൈകാം. അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടും വ്യാപാരിക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാം. പിന്നീട് തുക തിരികെ വരുമെങ്കിലും ആ നിമിഷം ഉപഭോക്താവിനും വ്യാപാരിക്കും ആശയക്കുഴപ്പമുണ്ടാകും. ഡിജിറ്റൽ രൂപയിൽ ഉപയോഗിക്കുന്ന ആശയം കുറച്ച് വ്യത്യസ്തമാണ്. ഉപഭോക്താവ് ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു തുക ഡിജിറ്റൽ വാലറ്റിലേക്ക് മാറ്റുന്നു. ആ തുക പിന്നീട് ഡിജിറ്റൽ മൂല്യവുമായി വാലറ്റിൽ സൂക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം മറ്റൊരു ഡിജിറ്റൽ രൂപ വാലറ്റിലേക്കോ പിന്തുണയുള്ള വ്യാപാരി സംവിധാനത്തിലേക്കോ പണം നൽകാൻ കഴിയും. പേഴ്സിൽ നിന്നും ഒരു നോട്ട് എടുത്ത് മറ്റൊരാൾക്ക് കൈമാറുന്നതുമായി താരതമ്യം ചെയ്യാവുന്ന രീതിയാണിത്. എന്നാൽ എല്ലാ ഡിജിറ്റൽ രൂപ ഇടപാടുകളും ബാങ്ക് സംവിധാനത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് സാധാരണ UPI QR കോഡ് സ്കാൻ ചെയ്തു നടത്തുന്ന ഇടപാടുകൾ UPI അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെടാം. അതിനാൽ ഡിജിറ്റൽ രൂപ വന്നാൽ എല്ലാ ബാങ്ക് സെർവർ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന തരത്തിലുള്ള അതിശയോക്തി ഒഴിവാക്കണം. എന്നിരുന്നാലും ഭാവിയിൽ വ്യക്തികൾ തമ്മിലുള്ള വാലറ്റ് അടിസ്ഥാന ഇടപാടുകൾ കൂടുതൽ നേരിട്ടും വേഗത്തിലും നടക്കാൻ സാധ്യതയുണ്ട്. റിസർവ് ബാങ്ക് ഓഫ്ലൈൻ പണമിടപാട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പരീക്ഷിച്ചു വരുന്നു. എന്നാൽ ഇന്റർനെറ്റ് ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ ഡിജിറ്റൽ രൂപ തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്ന് കരുതരുത്. അത് ഉപയോഗിക്കുന്ന ബാങ്ക്, മൊബൈൽ ആപ്പ്, ഉപകരണം, പരീക്ഷണഘട്ടത്തിലെ സൗകര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഡിജിറ്റൽ രൂപ ഉപയോഗിക്കാനായി സാധാരണയായി ഒരു ഔദ്യോഗിക വാലറ്റ് ആപ്പ് ആവശ്യമാണ്. പദ്ധതിയിൽ പങ്കെടുക്കുന്ന ബാങ്കുകളോ അംഗീകരിക്കപ്പെട്ട സേവനദാതാക്കളോ ഈ ആപ്പുകൾ നൽകുന്നുണ്ട്. ഉപഭോക്താവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് ഔദ്യോഗിക ആപ്പാണോ എന്നതാണ്. പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ബാങ്കിന്റെ പേരിനോട് സാമ്യമുള്ള വ്യാജ ആപ്പുകൾ
പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഡെവലപ്പറുടെ പേര്, ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുള്ള ലിങ്ക്, ആപ്പിന്റെ അവലോകനങ്ങൾ, ഡൗൺലോഡുകളുടെ എണ്ണം എന്നിവ പരിശോധിക്കണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും. SMS പരിശോധന, സിം തിരിച്ചറിയൽ, OTP സ്ഥിരീകരണം തുടങ്ങിയ സുരക്ഷാ ഘട്ടങ്ങൾ ഉണ്ടായേക്കാം. തുടർന്ന് വാലറ്റിന് പ്രത്യേക പിൻ സജ്ജമാക്കാനോ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ മുഖപരിചയ സംവിധാനം ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പാക്കാനും കഴിയും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിജിറ്റൽ രൂപ വാലറ്റിലേക്ക് പണം മാറ്റുന്നതിനായി അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ടാകാം. ചില ആപ്പുകളിൽ ഡെബിറ്റ് കാർഡിന്റെ വിവരങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഥിരീകരണവും ഉണ്ടായേക്കാം. എന്നാൽ നടപടിക്രമങ്ങൾ ബാങ്കുകൾക്കനുസരിച്ച് മാറാം. അതിനാൽ ഒരു ആപ്പിൽ കാണുന്ന രീതി എല്ലാ ബാങ്കുകളിലും ഒരുപോലെ ആയിരിക്കുമെന്ന് കരുതരുത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഉപഭോക്താവിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആവശ്യമായ തുക വാലറ്റിലേക്ക് ലോഡ് ചെയ്യാം. വാലറ്റിലേക്ക് പണം മാറ്റിയാൽ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് അത്രയും കുറയും. പിന്നീട് ആവശ്യമായപ്പോൾ ഡിജിറ്റൽ രൂപ വീണ്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കാനും കഴിയും. ഇടപാട് പരിധി, ദിവസപരിധി, ആദ്യ ദിവസത്തെ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങൾ ആപ്പിന്റെയും ബാങ്കിന്റെയും നിബന്ധനകളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരേ പരിധി എല്ലാവർക്കും ബാധകമാണെന്ന് വിശ്വസിക്കാതെ ബാങ്കിന്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ വായിക്കണം. ഡിജിറ്റൽ രൂപയുടെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകം ഡിജിറ്റൽ ചില്ലറയാണ്. സാധാരണയായി നമ്മുടെ കയ്യിൽ 500 രൂപയുടെ നോട്ടുണ്ടെന്നും കടയിൽ നൽകേണ്ടത് 50 രൂപയാണെന്നും കരുതുക. നാം 500 രൂപ നൽകിയാൽ കടക്കാരൻ 450 രൂപ തിരികെ നൽകണം. ചിലപ്പോൾ കടയിൽ ചില്ലറയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുണ്ടാകാം. ഡിജിറ്റൽ രൂപയുടെ വാലറ്റ് സംവിധാനത്തിൽ ഉപഭോക്താവിന് ആവശ്യമായ തുക കൃത്യമായി നൽകാൻ കഴിയും. ഉദാഹരണത്തിന് 50 രൂപ നൽകേണ്ടതാണെങ്കിൽ അത്രയും തുക മാത്രം അയക്കാം. ബാക്കി തുക വാലറ്റിൽ തുടരും. ചില ആപ്പുകൾ വിവിധ മൂല്യങ്ങളിലുള്ള ഡിജിറ്റൽ നോട്ടുകളുടെ ദൃശ്യരൂപം കാണിച്ചേക്കാം. 2 രൂപ, 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ തുടങ്ങിയ മൂല്യങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാം. എന്നാൽ ഇത് സ്ക്രീനിലെ ദൃശ്യാവിഷ്കാരമാണ്. ഉപഭോക്താവിന്റെ യഥാർത്ഥ ആവശ്യത്തിനനുസരിച്ച് വാലറ്റ് തുക കണക്കാക്കി കൈമാറും. 500 രൂപയുടെ ഒരു ഡിജിറ്റൽ മൂല്യം ഉപയോഗിച്ച് 50 രൂപ നൽകുമ്പോൾ ബാക്കി 450 രൂപ വാലറ്റിൽ തുടരുമെന്നതാണ് പ്രായോഗിക അർത്ഥം. അത് നിർബന്ധമായും 200 രൂപയും ഒരു 50 രൂപയും എന്ന രൂപത്തിൽ മാത്രമേ തിരികെ ലഭിക്കൂ എന്ന് ഉറപ്പിച്ച് പറയേണ്ടതില്ല. ആപ്പ് എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതനുസരിച്ച് അവതരണം മാറാം. പ്രധാനപ്പെട്ട കാര്യം ഉപഭോക്താവിന് ആവശ്യമായ കൃത്യമായ തുക നൽകാൻ കഴിയുന്നു എന്നതാണ്. ഇതിലൂടെ ചെറിയ മൂല്യത്തിലുള്ള ഇടപാടുകൾ എളുപ്പമാക്കാം. കടക്കാരന് ചില്ലറയില്ലെന്ന പ്രശ്നവും കുറയാം. സാധാരണ പണത്തിന്റെ അനുഭവം ഡിജിറ്റൽ ലോകത്ത് പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സംവിധാനം. എന്നാൽ ഡിജിറ്റൽ വാലറ്റിലെ തുകയ്ക്ക് പലിശ ലഭിക്കില്ല എന്നതും ഓർക്കണം. അത് സേവിങ്സ് അക്കൗണ്ടിലെ നിക്ഷേപം പോലെയല്ല. പണം ഉപയോഗിക്കാൻ തയ്യാറായി സൂക്ഷിക്കുന്ന ഒരു ഡിജിറ്റൽ പേഴ്സ് എന്ന നിലയിലാണ് അതിനെ കാണേണ്ടത്. UPIയും ഡിജിറ്റൽ രൂപയും തമ്മിൽ മത്സരിക്കുമോ എന്ന ചോദ്യം പലർക്കുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒന്നിനെ മറ്റൊന്ന് പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കുമെന്ന് പറയാൻ കഴിയില്ല. UPI ഇതിനകം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പണമിടപാട് മാർഗങ്ങളിലൊന്നാണ്. ബാങ്ക് അക്കൗണ്ടുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഉപഭോക്താവിന് പ്രത്യേകം പണം വാലറ്റിലേക്ക് മാറ്റിവെക്കേണ്ടതില്ല. അക്കൗണ്ടിൽ ബാലൻസ് നേരിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ ഇടപാട് നടത്താം. ഡിജിറ്റൽ രൂപ ഉപയോഗിക്കുമ്പോൾ ആദ്യം പണം വാലറ്റിലേക്ക് മാറ്റേണ്ടി വരാം. അതിനാൽ ചിലർക്ക് UPI കൂടുതൽ സൗകര്യപ്രദമായി തോന്നാം. മറുവശത്ത് ഡിജിറ്റൽ രൂപ പണത്തിന്റെ ഡിജിറ്റൽ രൂപം എന്ന നിലയിൽ വ്യത്യസ്തമായ ഉപയോഗ സാധ്യതകൾ നൽകുന്നു. വ്യക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള പണമാറ്റം, നിയന്ത്രിത സാഹചര്യങ്ങളിലെ ഓഫ്ലൈൻ ഉപയോഗം, പ്രത്യേക ആവശ്യത്തിനായി പ്രോഗ്രാം ചെയ്ത പണം, സർക്കാരിന്റെ ആനുകൂല്യ വിതരണം തുടങ്ങിയ മേഖലകളിൽ ഭാവിയിൽ ഇത് ഉപയോഗിക്കാനാകാം. പക്ഷേ ഈ സാധ്യതകളെല്ലാം ഇപ്പോൾ പൂർണ്ണതോതിൽ ലഭ്യമാണെന്ന് പറയാൻ കഴിയില്ല. പരീക്ഷണങ്ങളുടെ ഫലവും ഉപഭോക്താക്കളുടെ പ്രതികരണവും സാങ്കേതിക സുരക്ഷയും പരിഗണിച്ചാണ് സൗകര്യങ്ങൾ വിപുലീകരിക്കുക. അതിനാൽ UPI അവസാനിക്കും, ഡിജിറ്റൽ രൂപ മാത്രം ബാക്കിയാകുമെന്ന തരത്തിലുള്ള നിഗമനം ഇപ്പോൾ അടിസ്ഥാനരഹിതമാണ്. ഭാവിയിൽ UPI ഒരു പണമിടപാട് മാർഗമായും ഡിജിറ്റൽ രൂപ ഒരു ഡിജിറ്റൽ കറൻസിയായും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരാൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പണം നൽകേണ്ടപ്പോൾ UPI ഉപയോഗിക്കാം. പേഴ്സിൽ പണം സൂക്ഷിക്കുന്നത് പോലെ മൊബൈൽ വാലറ്റിൽ മുൻകൂട്ടി തുക സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടപ്പോൾ ഡിജിറ്റൽ രൂപ സഹായകരമാവാം. ഉപഭോക്താവിന്റെ ആവശ്യം, ഇടപാടിന്റെ സ്വഭാവം, വ്യാപാരിയുടെ സൗകര്യം എന്നിവയനുസരിച്ച് ഏത് മാർഗം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാം. ഡിജിറ്റൽ രൂപയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വകാര്യത, ചെലവ് കുറവ്, കള്ളനോട്ടുകൾ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ പലപ്പോഴും ഉയർന്നു വരുന്നു. എന്നാൽ ഇവയെക്കുറിച്ച് സൂക്ഷ്മതയോടെ സംസാരിക്കണം. സാധാരണ ബാങ്ക് ഇടപാടുകളിൽ ഓരോ ചെറിയ പണമിടപാടും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ രേഖപ്പെടും. ഡിജിറ്റൽ രൂപ വാലറ്റിലേക്ക് ഒരു തുക മാറ്റിയ ശേഷം നടത്തുന്ന ചെറിയ ഇടപാടുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അതേ വിശദതയിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാം. എന്നാൽ അതിനർത്ഥം ഇടപാടുകൾ പൂർണ്ണമായും അജ്ഞാതമാണെന്നോ ആരും പിന്തുടരാനാകില്ലെന്നോ അല്ല. പണമിടപാട് നിയമങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ആവശ്യമായ തിരിച്ചറിയൽ പരിശോധനകൾ എന്നിവ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും ബാധകമായിരിക്കാം. അതിനാൽ 100% സ്വകാര്യത എന്ന അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കാം. പേപ്പർ നോട്ടുകൾ അച്ചടിക്കുക, സൂക്ഷിക്കുക, സുരക്ഷിതമായി വിതരണം ചെയ്യുക, പഴയ നോട്ടുകൾ മാറ്റുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെലവ് വരുന്നു. ഡിജിറ്റൽ കറൻസി ഉപയോഗം വർദ്ധിച്ചാൽ ദീർഘകാലത്ത് ഇതിൽ ചില ചെലവുകൾ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം നിർമ്മിക്കാനും സൈബർ സുരക്ഷ ഉറപ്പാക്കാനും
സെർവറുകൾ പ്രവർത്തിപ്പിക്കാനും ഉപഭോക്തൃ പിന്തുണ നൽകാനും ചെലവുണ്ടാകാം. അതിനാൽ ഡിജിറ്റൽ രൂപ വന്നാൽ നോട്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ ചിലവും ഉടൻ ഇല്ലാതാകുമെന്ന് പറയാനാകില്ല. അതുപോലെ ഡിജിറ്റൽ ടോക്കണുകൾ സുരക്ഷിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെങ്കിലും അവയെ ഒരിക്കലും ഹാക്ക് ചെയ്യാനാവില്ലെന്ന് ഉറപ്പു നൽകാനാകില്ല. സാധാരണയായി അക്രമികൾ സിസ്റ്റത്തിന്റെ കേന്ദ്ര സുരക്ഷയേക്കാൾ ഉപഭോക്താവിന്റെ ഫോൺ, OTP, പിൻ, വ്യാജ ലിങ്കുകൾ, സ്ക്രീൻ ഷെയറിംഗ് ആപ്പുകൾ തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. അതിനാൽ ആപ്പ് സുരക്ഷിതമാണെന്നുള്ള വിശ്വാസം മതിയാകില്ല. ഉപഭോക്താവ് സംശയാസ്പദമായ കോളുകൾ ഒഴിവാക്കുകയും പിൻ പങ്കിടാതിരിക്കുകയും അപരിചിത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുകയും വേണം. ഡിജിറ്റൽ രൂപ പണം ചിലവഴിക്കുന്ന നമ്മുടെ മനോഭാവത്തിലും മാറ്റം വരുത്തുമോ എന്നതും ശ്രദ്ധേയമായ ചോദ്യമാണ്. കയ്യിൽ പണം സൂക്ഷിച്ചിരുന്ന കാലത്ത് പേഴ്സിലുള്ള നോട്ടുകളുടെ എണ്ണം കുറയുന്നത് നേരിട്ട് കാണാമായിരുന്നു. അതിനാൽ പലരും ചിലവഴിക്കുമ്പോൾ കൂടുതൽ ആലോചിച്ചിരുന്നു. UPI പോലുള്ള സംവിധാനങ്ങളിൽ പണമിടപാട് വളരെ എളുപ്പമായതിനാൽ ചെറിയ തുകകൾ ആവർത്തിച്ച് ചെലവാക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോകാം. ഡിജിറ്റൽ രൂപ ആപ്പിൽ വിവിധ നോട്ടുകളുടെയോ വാലറ്റ് ബാലൻസിന്റെയോ ദൃശ്യാവിഷ്കാരം കാണുന്നതിനാൽ ചിലവിന്റെ ബോധം കൂടുതൽ ഉണ്ടാകുമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ഉറച്ച നിഗമനത്തിലെത്താൻ കൂടുതൽ പഠനം ആവശ്യമാണ്. ആപ്പ് എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, ഉപഭോക്താവിന് ചിലവ് എങ്ങനെ കാണിക്കുന്നു, ഇടപാട് ചരിത്രം എങ്ങനെ വ്യക്തമാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ സാമ്പത്തിക ശീലത്തെ സ്വാധീനിക്കും. ഡിജിറ്റൽ രൂപയുടെ വിജയവും സാങ്കേതിക വിദ്യയിൽ മാത്രം ആശ്രയിക്കില്ല. ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകണം, രജിസ്ട്രേഷൻ ലളിതമായിരിക്കണം, വ്യാപാരികൾ സ്വീകരിക്കണം, ഇടപാടുകൾ സ്ഥിരതയോടെ പ്രവർത്തിക്കണം, തട്ടിപ്പുകൾ കുറവായിരിക്കണം. UPI വിജയിച്ചതിന് പ്രധാന കാരണം അത് ഉപയോഗിക്കാൻ എളുപ്പമായിരുന്നതും ചെറുകിട വ്യാപാരികൾ വരെ സ്വീകരിച്ചതുമാണ്. ഡിജിറ്റൽ രൂപയ്ക്കും സമാനമായ സ്വീകാര്യത ലഭിക്കണമെങ്കിൽ ഉപഭോക്താവിന് വ്യക്തമായ ഒരു അധിക ഗുണം ലഭിക്കണം. അല്ലാത്തപക്ഷം അവർ ഇതിനകം പരിചിതമായ UPI തുടരാനാണ് സാധ്യത. അതിനാൽ ഡിജിറ്റൽ രൂപ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് അടുത്ത വലിയ വിപ്ലവമാവുമോ എന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നതിന് പകരം അത് എങ്ങനെ വളരുന്നു എന്ന് നിരീക്ഷിക്കുകയാണ് ശരിയായ സമീപനം. പേപ്പർ നോട്ടുകൾ ഉടൻ ഇല്ലാതാകില്ല, UPIയും അവസാനിക്കില്ല. എന്നാൽ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന ഈ ഡിജിറ്റൽ കറൻസി ഭാവിയിലെ പണമിടപാട് സംവിധാനത്തിന്റെ പ്രധാന ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡിജിറ്റൽ രൂപ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചാൽ പരീക്ഷിക്കുമോ, അതോ UPI തന്നെയാണ് കൂടുതൽ സൗകര്യമെന്ന് കരുതുന്നുവോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇത്തരം സാമ്പത്തികവും സാങ്കേതികവുമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. Please subscribe our channel.